ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓൺലൈൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു SC/STക്ക് വേണ്ടിയിട്ട്. 12/7/2017 നടന്ന എക്സാം ആണിത്. ജൂലൈ മാസത്തിൽ നടന്ന എക്സാം ആണ്. നമുക്ക് നോക്കാം. ഇതിൽ 20 ചോദ്യങ്ങൾ നമുക്ക് എന്ത് കിട്ടും? GK കിട്ടും. നമുക്കത് നോക്കാം കേട്ടോ. അടുത്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which one of the following is removed from the fundamental rights of Indian Constitution by an amendment in 1978? 1978 അമെൻമെന്റ് പ്രകാരം ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ടത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ആൻ അമെൻമെന്റ് ഇൻ 1978? ഏതാണ് അങ്ങനെ റിമൂവ് ചെയ്തത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ് അങ്ങനെ റിമൂവ് ചെയ്തത്. ഓക്കെ, ഇനി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബോറോഡ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ആശയം ഏത് കൺട്രിയിൽ നിന്നാണ്, ഏത് കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? അത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, അയർലൻഡ്. അയർലൻഡ് അല്ലെങ്കിൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് രാജ്യസഭയിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യുക എന്നൊരു ഐഡിയ. അതും ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഉള്ളതാണ്. അടുത്തത്, വെൻ വാസ് ദ പോക്സോ ആക്ട് പാസ്ഡ്? എന്നാണ് പോക്സോ ആക്ട് പാസ്സാക്കിയത്? 2011, 2012, 2016, 1998 എന്നാണ് പോക്സോ ആക്ട് പാസ്സാക്കിയത്. ഓപ്ഷൻ ബി ആണ്, 2012 കേട്ടോ. 2012 പോക്സോ ആക്ട് പാസ്സാക്കിയത്. ഓക്കെ, ഇനി ഹൂ എമംഗ് ദ ഫോളോയിങ് കോൾഡ് അയ്യങ്കാളി ആസ് പുലയരാജ? അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് ആരാണ്? ഹൂ എമംഗ് ദ ഫോളോയിങ് കോൾഡ് അയ്യങ്കാളി ആസ് പുലയരാജ? ആരാണ് അങ്ങനെ വിളിച്ചത്? ഓപ്ഷൻ എ ആണ്, ഗാന്ധിജിയാണ് കറക്റ്റ് ആൻസർ. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് ആരാണ്? ഗാന്ധിജി. അടുത്ത ചോദ്യം, ദ വേൾഡ് മെറ്ററോളജിക്കൽ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ? എന്നാണ് ഈ മെറ്ററോളജിക്കൽ ഡേ എന്ന് വെച്ചാൽ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണ് മെറ്ററോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാലാവസ്ഥ, വെതർ കണ്ടീഷൻസ്, അറ്റ്മോസ്ഫിയർ, അതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നാണ് വേൾഡ് മെറ്ററോളജിക്കൽ ഡേ എന്ന് പറയുന്നത്? 23rd മാർച്ചാണ്. 23rd മാർച്ചാണ്. ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ലിങ്കൺ ഓഫ് കേരള? ആരാണ് ലിങ്കൺ ഓഫ് കേരള എന്ന് അറിയപ്പെടുന്നത്? ആരാണ് അങ്ങനെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് ലിങ്കൺ ഓഫ് കേരള എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ദ മേൽമുണ്ടു കലാപം ഓഫ് ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ 19th century വാസ് സ്റ്റാർട്ടഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മ്യൂണിറ്റി? ഏത് കമ്മ്യൂണിറ്റിയാണ് 19ാം നൂറ്റാണ്ടിൽ നടന്ന മേൽമുണ്ട് കലാപത്തിൽ അത് സ്റ്റാർട്ട് ചെയ്തത്? മേൽമുണ്ട് കലാപം സ്റ്റാർട്ട് ചെയ്തത് ഏത് കമ്മ്യൂണിറ്റിയാണ്? ഏത് വിഭാഗക്കാരായിരുന്നു? ഓപ്ഷൻ സി, ദ നാടാർസ്. നാടാർ എന്ന വിഭാഗക്കാരായിരുന്നു മേൽമുണ്ടു കലാപം സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രഗിൾ ഇൻ കേരള ടുക്ക് പ്ലേസ് ആഫ്റ്റർ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം കേരളത്തിൽ നടന്ന ഒരു സ്ട്രഗിൾ ഇതിൽ ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം, വൈക്കം സത്യാഗ്രഹ, കുട്ടംകുളം സ്ട്രഗിൾ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പാലിയം സത്യാഗ്രഹമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം നടന്നത്. അത് 1947 തന്നെയായിരുന്നു പാലിയം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് ദ മലബാർ റെബലിയൻ ഓഫ് 1921? 1921 മലബാർ ലഹളയുമായി ബന്ധമില്ലാത്തത് ഇതിൽ ഏതാണ്? 1921 മലബാർ ലഹളയിൽ ബന്ധമില്ലാത്തത് ആർക്കാണ്? ഇതിൽ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന കുട്ടിയാലിക്ക് ഇതുമായിട്ട് റിലേഷൻ ഇല്ല. ബട്ട് സീതിക്കോയ തങ്ങൾ, വരിയം കുന്നത്ത് ഖാജി, അലി മുസ്ലിയാം, ഇവരെല്ലാം മലബാർ ലഹളയുമായിട്ട് ബന്ധമുള്ളവരാണ്. അടുത്ത ചോദ്യം, ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ് ദ മലയാളം ജേർണൽ വിവേകോദയം? വിവേകോദയം എന്ന മലയാളം ജേർണലിന്റെ ഫൗണ്ടർ ആരാണ്? ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ് ദ മലയാളം ജേർണൽ വിവേകോദയം? ആരാണ് വിവേകോദയത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്, കുമാരനാശാൻ. കുമാരനാശാനാണ് വിവേകോദയത്തിന്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം,
ഡാഷ് ഈസ് ദ ഫാദർ ഓഫ് ദ ലൈബ്രറി മൂവ്മെൻറ്റ് ഇൻ കേരള. കേരളത്തിലെ ലൈബ്രറി മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം പണിക്കർ എന്നാണ് അല്ലേ, പണിക്കരാണ്. ബട്ട് അത് അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ അടക്കം പഠിച്ചു വയ്ക്കുക. PN പണിക്കരാണ്, PN പണിക്കർ. അടുത്ത ചോദ്യം, ഹു വാസ് ദ ഓതർ ഓഫ് ദ മലയാളം പൊളിറ്റിക്കൽ ഡ്രാമ പാട്ടബാക്കി? മലയാളം പൊളിറ്റിക്കൽ ഡ്രാമയായ പാട്ടബാക്കി അതിൻ്റെ ഓതർ ആരാണ്? ഹു വാസ് ദ ഓതർ ഓഫ് ദ മലയാളം പൊളിറ്റിക്കൽ ഡ്രാമ പാട്ടബാക്കി? ആരാണ് പാട്ടബാക്കിയുടെ ഓതർ? അത് K. ദാമോദരനാണ്. ആരാണ്? K. ദാമോദരൻ. അടുത്ത ചോദ്യം, ദ നോട്ടഡ് മലയാളം പോയം വാഴക്കുല. വാഴക്കുല എന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രശസ്തമായ ആ കൃതി, ആ മലയാളം പോയം ആരുടെ വർക്കാണ്? ആരുടെ വർക്കാണ്? ചങ്ങമ്പുഴയുടെ വർക്കാണ്. എന്ത്? വാഴക്കുല. ചങ്ങമ്പുഴയുടെ കൃതിയാണ് വാഴക്കുല എന്നത്. അടുത്ത ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് വുമൺ ഈസ് നോൺ ആസ് ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ? ട്രാവൻകൂറിൻ്റെ ഝാൻസി റാണി, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് അക്കാമ ചെറിയാനാണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ, അക്കാമ ചെറിയാൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് കയർ ഫാക്ടറി വാസ് സെറ്റപ്പ്. എവിടെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കയർ ഫാക്ടറി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ A ആണ് ആലപ്പി. ആലപ്പിയിലാണ് ആദ്യത്തെ കയർ ഫാക്ടറി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് പ്ലേഡ് എ കീ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ കോഫി ഹൗസ്? ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരാൾ ഏതാണ്? ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ AK ഗോപാലൻ അഥവാ AKG, അദ്ദേഹമാണ് ഇന്ത്യൻ കോഫി ഹൗസ് രൂപം കൊള്ളുന്നതിന് പ്രധാനപ്പെട്ട ഒരാൾ. The Honorable Indian President has declared which of the following Indian states as the first digital state of the country? ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റ് എന്ന് അറിയപ്പെട്ടത്? അത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അങ്ങനെ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഇന്ത്യൻ ഡിജിറ്റൽ സ്റ്റേറ്റ് ഏതാണ്? അത് കേരളമാണ്. കേരളമാണ് ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഹു ഈസ് നോൺ ആസ് കുമാരഗുരുദേവൻ? ആരാണ് കുമാരഗുരുദേവൻ എന്ന് അറിയപ്പെടുന്നത്? കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ് കുമാരഗുരുദേവൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, റീസെൻ്റ്ലി വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഡിസൈഡഡ് ടു അപ്പോയിൻറ്റ് ടീച്ചർ ഇൻ ഓൾ ഹൈസ്കൂൾസ് ടു മോണിറ്റർ ക്ലീൻലിനെസ്? ക്ലീൻലിനെസ് അതായത് വൃത്തി സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ വൃത്തി ആണോ എല്ലാം എന്ന് ശ്രദ്ധിക്കാനായിട്ട് ഒരു ടീച്ചറെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്? അത് അസാമിലാണ്. അങ്ങനെ അസാമിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ദേ ഹാസ് ഡിസൈഡഡ് ടു അപ്പോയിൻറ്റ് എ ടീച്ചർ. എന്തിനാണ്? ഹൈസ്കൂളുകളിൽ ടു മോണിറ്റർ ദ ക്ലെൻലിനെസ്, ക്ലീൻ ആണോ എന്ന് നോക്കാനായിട്ടാണ്, ക്ലെൻലിനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ക്രിക്കറ്റർ ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ചൈനാമാൻ? ഫസ്റ്റ് ചൈനാമാൻ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്, ഫസ്റ്റ് ചൈനാമാൻ ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? അത് കുൽദീപ് യാദവ് ആണ് കേട്ടോ. കുൽദീപ് യാദവ്. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഫാർമസിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്കത് നോക്കണ്ട. ഈ 20 ചോദ്യങ്ങൾ നമുക്ക് കിട്ടി. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടില്ലാത്തതുണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും മിസ്മാച്ച് തോന്നുന്നുണ്ട് ആൻസേഴ്സിലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ആൻസേഴ്സ് കറക്റ്റ് ചെയ്ത് സബ് ടൈറ്റിലായിട്ട് കൊടുക്കും. ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. ആരെങ്കിലും മിസ്റ്റേക്ക് കണ്ടാൽ പറയാതിരിക്കരുത്, എന്തായാലും പറയുക. എന്നാലാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെയുണ്ട്. bibimohan.com എന്ന വെബ്സൈറ്റിൽ പോയാൽ അറ്റൻഡ് മോക്ക് ടെസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. എല്ലാത്തിൻ്റെയും നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് പ്രധാനപ്പെട്ട ബുക്സ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. മൈ നോട്ട്ബുക്കിൻ്റെ സ്റ്റോറിൽ നിന്നും വാങ്ങിക്കാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.